ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 21 ഡേയ്സ് നീറ്റ് ടെക്നിക് ചാലഞ്ച് ഏകദേശം ഫിനിഷ് ആവാനായി. എല്ലാവരും ഫൈനൽ ഡേയ്സിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ റിസൾട്ട് ആണ്. ഇതിനോടകം തന്നെ 3 kg 4 kg ഒക്കെ കുറഞ്ഞവരുണ്ട്. ഞാൻ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് ഓവറോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം എത്ര റിസൾട്ട് കിട്ടിയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴെ കമന്റ് സെക്ഷനിൽ എല്ലാവരും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള റിസൾട്ട്, അത് വെയിറ്റ് ലോസ് ആവട്ടെ ഫാറ്റ് ലോസ് ആവട്ടെ, ഫാറ്റ് ലോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇഞ്ച് ലോസ് ആണ് കേട്ടോ, എന്തായാലും നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അതുകൊണ്ട് ഒരു 1 kg ആണെങ്കിൽ പോലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 kg ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഇന്ന് ആക്ച്വലി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെറ്റബോളിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ സ്ലോ മെറ്റബോളിസം ഈക്വൽ ടു സ്ലോ വെയിറ്റ് ലോസ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരും പ്രോപ്പർ ആയിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ എപ്പോഴുള്ള ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടാത്തത്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസം തന്നെയായിരിക്കാം. മെറ്റബോളിസം സ്ലോ ആണെങ്കിൽ, അല്ലെങ്കിൽ മെറ്റബോളിസം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കുറവായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ശീലങ്ങളാണ്. നിങ്ങൾക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ശീലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു ഡയറ്റ് വർക്ക്ഔട്ട് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി ഒരു 30% മാത്രമാണ്. ബാക്കി മൊത്തം നമ്മൾ ചെയ്യുന്ന നീഡ് ബ്രേക്സിലും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വെയിറ്റ് ലോസ് ഇരിക്കുന്നത്. അപ്പൊ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ശീലങ്ങൾ നിങ്ങൾ ശീലിച്ചു വരികയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസം എപ്പോഴും ആക്സിലറേറ്റ് ആയിട്ട് അല്ലെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു വലിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജസിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബീഫ് സ്ക്വാഡിൽ എപ്പോഴും റെഗുലർ ആയിട്ട് ചെയ്തു വരുന്ന ഒരു പ്ലാൻ ആയിരുന്നു 15 ഡേയ്സ് അൾട്ടിമേറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ച്. എല്ലാവർക്കും വളരെയധികം റിസൾട്ട് കിട്ടുന്ന, മിനിമം ഒരു 14 ഡേയ്സ് കൊണ്ട് തന്നെ 5 kg ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട് ആ ഒരു ബാച്ചിൽ. അപ്പൊ അത്രയും റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബാച്ച് ആയിരുന്നു. പക്ഷെ നമ്മളൊരു 2-3 മന്ത്സ് ആയിട്ട് നമ്മൾ ആ ഒരു ബാച്ച് കോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്ന ഒരു ബാച്ചാണ്. അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ ട്രെയിനേഴ്സിനൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി, എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് നമ്മളൊരു ചെറിയ കുഞ്ഞു ടീമല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഒരു 3 മന്ത്സ് ആയിട്ട്. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള ചാലഞ്ചസും, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിനകത്തുള്ള ചാലഞ്ചസും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ചൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കും എപ്പോഴും ഒരു റിഫ്രഷ്മെന്റ് വേണം, നമുക്കും ഒരു മോട്ടിവേഷൻ വേണം. നമ്മൾ അത്രയും ഡിമോട്ടിവേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ക്ലയൻസിനെ നമുക്ക് ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യാനോ അവരെ പുഷ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു കുറച്ച് ബ്രേക്ക് എടുത്തത്. അപ്പൊ ആ ഒരു ബ്രേക്കിന് ശേഷം പൂർവാധികം ശക്തിയോടെ നമ്മൾ വീണ്ടും 15 ഡേയ്സ് അൾട്ടിമേറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന 16th നമ്മൾ 15 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ബീഫ് സ്ക്വാഡിൽ. അതായത് ഓണത്തിന് ശേഷം. ഓണം അഥവാ നിങ്ങൾ കുറച്ചൊന്ന് ഇൻഡൾജ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടെങ്കിലോ ഒന്നും പേടിക്കേണ്ട. ബീഫ് സ്ക്വാഡിന്റെ 15 ഡേയ്സ് അൾട്ടിമേറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ച് ജോയിൻ ചെയ്താൽ മാത്രം മതി, ആ കൂടിയ വെയിറ്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തവണത്തെ നമ്മുടെ പ്ലാനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നോർമലി നമ്മൾ ഒന്നുകിൽ ഡയറ്റ് ഓൺലി പ്രോഗ്രാം അല്ലെങ്കിൽ വർക്ക്ഔട്ട് ഓൺലി അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇത്തവണ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ വർക്ക്ഔട്ട് ഡയറ്റ് രണ്ടും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ 15 ഡേയ്സ് പ്ലാൻ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കസ്റ്റമൈസ്ഡ് മീൽ പ്ലാൻ കിട്ടും, ഒരു കോമൺ മീൽ പ്ലാൻ അല്ല. നമ്മുടെ ചാനലിലൊക്കെ തരുന്ന കോമൺ ആയിട്ടുള്ള മീൽ പ്ലാൻ ആണ്. അത് ചിലർക്ക് വർക്ക് ആവാം, ചിലർക്ക് വർക്ക് ആവാതിരിക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു 15 ഡേയ്സ് അൾട്ടിമേറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ചിൽ തരുന്നത് നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സും നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷനും അനുസരിച്ചിട്ടുള്ള പ്ലാൻ ആണ്. അപ്പോൾ അത് ഒരു കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു പ്ലാൻ ആയിരിക്കും. അതുകൂടാതെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ നിങ്ങൾക്ക് ലൈവ് വർക്ക്ഔട്ട് സെഷൻസും ഉണ്ടാവും. പിന്നെ നമ്മൾ റെക്കോർഡ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ലൈവായിട്ട് നമ്മുടെ കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഇത്തവണ 15 ഡേയ്സ് അൾട്ടിമേറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ച് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളിത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഒരുപാട് പേര് കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ സാധാരണക്കാർക്ക് വരെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നോമിനൽ കോസ്റ്റ് ആയിരുന്നു. 999 റുപ്പീസിനായിരുന്നു നമ്മൾ 15 ഡേയ്സ് ചാലഞ്ച് സെൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ കംപ്ലൈന്റ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത്. ജസ്റ്റ് 999 റുപ്പീസിനാണ് ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ചാൻസ് ആരും മിസ് ഔട്ട് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. ആക്ച്വലി നമ്മൾ സ്റ്റാറ്റസിൽ പോലും ഇട്ടിട്ടില്ല, അതിനു മുമ്പ് നമ്മൾ പേഴ്സണലി കുറെ ക്ലയൻസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു 20 ക്ലയൻസോളം ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്റേണലി പ്രൊമോട്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 20 ആൾക്കാരോളം ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ വാട്സപ്പ് ചെയ്യുക. വേഗം തന്നെ സ്ലോട്ട് അഡ്മിഷൻ എടുക്കുക, കാരണം പെട്ടെന്ന് തന്നെ ഫില്ലായി പോകുന്ന ബാച്ചാണ്. 16th നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ശീലിക്കാൻ പറ്റാവുന്ന കുറച്ച് സിമ്പിൾ ഹാബിറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം.
അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മളെ വെള്ളം കുടിക്കുന്ന ആ ഒരു ശീലം പോലും നമ്മുടെ മെറ്റബോളിസിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ക്ലയൻസിനൊക്കെ ഒരു ദിവസം ഒരു ചെക്ക് ലിസ്റ്റ് അയക്കും. അതായത് നമ്മൾ പേഴ്സണലി അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലി നമ്മൾ ചെക്ക് ലിസ്റ്റ് അയക്കും. അപ്പൊ ആ ചെക്ക് ലിസ്റ്റിനകത്ത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഫോളോ ചെയ്തോ, നിങ്ങൾ ക്ലാസ് ഇപ്പം സെഷൻസ് ഉണ്ടെങ്കിൽ സെഷൻസ് അറ്റൻഡ് ചെയ്തോ, അതിന്റെ കൂടെ തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് എത്ര ഫുഡ് സ്റ്റെപ്സ് നിങ്ങൾ കവർ ചെയ്ത്, ഒരു ദിവസം എത്ര സ്റ്റെപ്സ് എടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്നാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അതായത് ഒരു ദിവസം നിങ്ങൾ എത്ര വെള്ളം കുടിച്ചു, 3 ലിറ്റർ ആണോ, 3 ലിറ്ററിന് മുകളിലാണോ, 2 ലിറ്ററിൽ താഴെയാണോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യേണ്ടുന്ന ചെക്ക് ലിസ്റ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ഡയറ്റ് അവർക്ക് കൊടുത്തോണ്ടോ വർക്ക്ഔട്ട് പാറ്റേൺ അവർക്ക് കൊടുത്തോണ്ടോ അവർക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ അവർക്ക് അയച്ച് നമ്മൾ ഡെയിലി അവരെ പേഴ്സണലി മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ള രീതിയിൽ അവർ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒരു 2 ലിറ്ററിലൊക്കെ താഴെ വെള്ളം കുടിക്കുന്നവർക്ക് അവരുടെ മെറ്റബോളിസം വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം മിനിമം 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. നമ്മൾ സാധാരണ നമ്മുടെ ചായയുടെ ഗ്ലാസ്സില്ല, ആ ഗ്ലാസ്സിനകത്ത് ഒരു 8 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് പ്രകാരം, അതായത് ഒരു 25 കിലോഗ്രാമിന് 1 ലിറ്റർ എന്നുള്ള കണക്കിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. അപ്പൊ ഞാൻ 54 കിലോ ആണ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 2.5 ലിറ്റർ വെള്ളം ഏകദേശം കുടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നതും ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇപ്പം പലരും ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പൊ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ തന്നെ തുളസിനെയാണ് ഓർമ്മ വരുന്നത്. അത് എനിക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും എന്റെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്, പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രോട്ടീൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ ക്രേവിങ്സ് തടയാൻ വേണ്ടി പറ്റും, നമ്മുടെ മസിൽ റിപ്പയർ, ഗ്രോത്ത്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതല്ലാതെ മെറ്റബോളിസം എന്നുള്ള കാര്യത്തിലും പ്രോട്ടീന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. കൂടുതൽ മസിൽസ് ഉള്ള ഒരു ബോഡിയാണ്, അതായത് കുറച്ച് നല്ല ടോൺഡ് ആയിട്ടുള്ള കൂടുതൽ മസിൽസ് ഉള്ള മസിൽ ഡെഫിനിഷൻ ഉള്ള ഒരു ബോഡി ആണെങ്കിൽ അവരുടെ മെറ്റബോളിസം വളരെയധികം കൂടുതലായിരിക്കും. ഇതിന്റെ ഒരു മീനിങ് നമ്മുടെ ബോഡിയിൽ നമ്മൾ കൂടുതൽ മസിൽസ് ഗ്രോ ചെയ്യാനാണ്, അല്ലെങ്കിൽ മസിൽസ് ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. മസിൽസ് ഡിഫൈൻ ചെയ്യാനും മസിൽസ് ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് കഴിക്കേണ്ടത്? പ്രോട്ടീൻ ആണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നു, നമുക്ക് നല്ലപോലെ മസിൽസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മസിൽ ഡെഫിനിഷൻ ഉണ്ടാകുന്നു, മസിൽ റിപ്പയറിംഗ് നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മെറ്റബോളിസം അവിടെ ബൂസ്റ്റ് ആവുകയാണ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിറ്റ് വർക്കൗട്ടുകൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഹിറ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ബാക്ക് ടു ബാക്ക് കുറച്ച് ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യും. ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 20 സെക്കൻഡ്സ് നമ്മൾ റെസ്റ്റ് എടുക്കും. ആ രീതിയിൽ ചെയ്യുന്ന പാറ്റേണിനെയാണ് നമ്മൾ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് റെസ്റ്റ് എടുക്കാൻ അധികം സമയം ഉണ്ടാവില്ല. ബാക്ക് ടു ബാക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കലറി ബേൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ 10 മിനിറ്റ്സ് ഹിറ്റ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ്സിൽ തന്നെ നമുക്ക് 100 കലോറി ബേൺ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് ആയിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വർക്കൗട്ട്, അതായത് ചെറിയ സമയം കൊണ്ട് നമ്മൾ മാക്സിമം ഇന്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ആക്സിലറേറ്റ് ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ കഴിയുന്നതും ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വീക്കാണോ അതിന്റെ മുന്നത്തെ വീക്കാണോ എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു ഹിറ്റ് വർക്കൗട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അത് ബാക്ക് ടു ബാക്ക്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 30 സെക്കൻഡ്സ് ജമ്പിങ് ജാക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഉടനെ തന്നെ 30 സെക്കൻഡ്സ് നമ്മൾ സ്പീഡ് റൺ ചെയ്യുന്നു, പിന്നെ ഒരു 20 സെക്കൻഡ്സ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. ആ റെസ്റ്റിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെയുള്ള 2 ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യുക, വീണ്ടും 20 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മിനിമം 10 മിനിറ്റ്സ് ചെയ്താൽ തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും കലറീസ് നല്ലപോലെ ബേൺ ചെയ്യാനും, സമയമൊന്നും ഇല്ലാത്തവർക്ക്, ഒരു മണിക്കൂറൊന്നും വർക്കൗട്ട് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ മാക്സിമം കലറി ബേൺ ചെയ്യാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളാണ് ഹിറ്റ് വർക്കൗട്ടുകൾ. അപ്പൊ കഴിയുന്നത് ഞാൻ അങ്ങനെയുള്ള ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേര് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഉറക്കം. ഒരു 6 to 8 hours നമ്മൾ എന്തായാലും ഉറങ്ങിയേ പറ്റുള്ളൂ. അത് നമ്മുടെ മെറ്റബോളിസം, നമ്മൾ 7 hours താഴെ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസിനെ വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഉറങ്ങുന്നതിന് ജസ്റ്റ് ഞാനൊക്കെ ഉറങ്ങുന്ന ആ സമയം വരെ സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഫോണിലൊക്കെ നോക്കി എല്ലാവർക്കും മെസ്സേജസ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അപ്പോൾ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കണ്ണിന് നല്ലൊരു സൂത്തിങ് കിട്ടും, നമ്മുടെ കണ്ണിന്റെ ആ സ്ട്രെയിൻ ഒക്കെ ഒന്ന് മാറി അങ്ങനെ ഉറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. തീരെ ഉറക്കം കിട്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. 1 മണിക്കൂർ മുമ്പേ നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെക്കുക, ബുക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം ഇങ്ങനെ സീലിംഗ് ഒക്കെ നോക്കി കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കുന്നവർക്ക് എങ്ങനെയാണ്, എനിക്കത് അറിയില്ല എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾ രാവിലെ കിട്ടുന്ന സമയത്തൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 6 hours എങ്കിലും നിങ്ങൾ ഉറങ്ങാനായിട്ട് നോക്കുക. ലാക്ക് ഓഫ് സ്ലീപ്പ് നമ്മുടെ മെറ്റബോളിസത്തിനെ നല്ലോണം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട് നോക്കുക.
അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് കഴിക്കുക എന്നുള്ളതാണ്. ഫൈബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഒരു മീൽ പ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് പ്ലേറ്റും ഹാഫ് പോർഷനും നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻ ആയിരിക്കണം. അത് നമുക്ക് റോ ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാം, അല്ലെങ്കിൽ കുക്ക്ഡ് ആയിട്ടുള്ള, നമുക്ക് ചിലർക്കൊക്കെ എനിക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ. റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, കുക്കുംബർ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക പച്ചക്കറികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ആ രീതിയിൽ റോ ആയിട്ട് വേണം നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം കഴിക്കാം. അപ്പോൾ ഒരു ഹാഫ് പ്ലേറ്റ്, നമ്മുടെ പ്ലേറ്റിന്റെ ഒരു ഹാഫ് ഭാഗം തന്നെ നമ്മൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. ഇതും നമ്മുടെ ദഹനം സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്പൈസസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്പൈസസിന്റെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യൻസ് വളരെയധികം ലക്കിയാണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ കേരളീയസ് ആണെങ്കിൽ നമുക്ക് ഏലം, ഗ്രാമ്പു, കുരുമുളക്, അങ്ങനെ പല പല സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഓപ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ കുരുമുളക്, അതുപോലെ തന്നെ ടർമറിക്, പിന്നെ ഇഞ്ചി, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് കറികളിലും മറ്റുമൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇത് ഇട്ടിട്ടുള്ള ചായകൾ, ഹെർബൽ ടീസ് നമുക്ക് കഴിക്കാം. കുരുമുളക് ഇട്ടിട്ടുള്ള ചായ ഉണ്ട്, നമ്മൾ പനി വരുമ്പോൾ ഒക്കെ കുരുമുളക് കാപ്പിയൊക്കെ കുടിക്കാറില്ല. അതൊക്കെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ ഇഞ്ചി ചായ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇലകളൊക്കെ ഇട്ടിട്ടുള്ള, തുളസിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഹെർബൽ ടീസ് നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ ടർമറിക് ഒരു പിഞ്ച് ടർമറിക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ടീ പോലെ ഒരു നല്ല ചൂടോടെ നമ്മളത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യണം. അതായത് ഇത് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങനെയുള്ള ഡ്രിങ്കുകൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് നമ്മുടെ മെറ്റബോളിസം നമ്മൾ ബൂസ്റ്റ് ചെയ്യാണ് ഇന്റേണലി. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്പൈസസിന്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി ലക്കിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് മാക്സിമം യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ ഡെയിലി അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രിങ്ക്സിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന മീൽസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിൽ കഴിക്കാനായിട്ട് നോക്കുക. നമ്മൾ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് സ്കിപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിന് വലിയൊരു വില്ലനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറക്റ്റ് സമയം ഫിക്സ് ചെയ്യുക, ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഉച്ചയ്ക്ക് ഒരു കറക്റ്റ് സമയം ഫിക്സ് ചെയ്യുക, ആ സമയത്ത് കഴിക്കുക. പ്രത്യേകിച്ച് രാത്രി നമ്മൾ ശ്രദ്ധിക്കുക, എന്തായാലും ഒരു 8 o'clock അല്ലെങ്കിൽ 7 o'clock മുന്നേ ആയിട്ട് നിങ്ങൾ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ നോക്കുക. പിന്നെ റെഗുലർ ഇന്റർവെല്ലിൽ ആഹാരം എടുക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചു, പിന്നെ ഉച്ചയ്ക്ക് ഒരുപാട് ലേറ്റ് ആയിട്ട് ഒരു 2 PM ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ മെറ്റബോളിസം കംപ്ലീറ്റ്ലി ലോ ആയിട്ടുണ്ടാവും. അപ്പൊ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാതെ, അതായത് ഒരുപാട് നേരം ഗ്യാപ്പ് കൊടുക്കാതെ, ചിലപ്പോൾ ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ വലിയ വലിയ ബിഗ് മീൽസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കാതെ റെഗുലർ ഇന്റർവെൽസിൽ ചെറിയ ചെറിയ മീൽസ് എടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ വെജിറ്റബിൾസോ കഴിക്കാൻ വേണ്ടി നോക്കുക. ഉച്ചയാകുമ്പോഴേക്കും ലഞ്ച് കഴിക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കുക, നൈറ്റ് ആകുമ്പോഴേക്കും ഡിന്നർ കഴിച്ച് ഫിനിഷ് ചെയ്യുക. ഈ രീതിയിലായിരിക്കണം നമ്മുടെ ബോഡിക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യേണ്ടത്. ഫ്യൂവൽ എന്ന് പറയുന്ന ഫുഡാണ് നമ്മുടെ ഫ്യൂവൽ. അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മൾ ഫ്യൂവൽ സപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം ലോ ആവും. അപ്പോൾ ഇത് ഒരുപാട് പേര്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലയൻസ് ഒക്കെ തന്നെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ പിന്നെ പറയുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ലോ ആണ്. അപ്പോൾ പക്ഷെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എടുക്കില്ല. അത് എടുക്കാതെ അവര് വർക്ക്ഔട്ട് ചെയ്യും, ഡയറ്റ് ചെയ്യും, എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യാൻ വേണ്ടി നോക്കും, റിസൾട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടില്ല. പക്ഷെ വൈറ്റമിൻ ഡി നമുക്ക് കുറവാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു 20 താഴെയാണെങ്കിൽ എന്തായാലും നമ്മൾ ഒന്നുകിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ഒക്കെ കഴിക്കണം. പക്ഷെ ഫുഡിൽ നിന്ന് എത്രത്തോളം വൈറ്റമിൻ ഡി പോസിബിൾ ആണെന്ന് സീരിയസ്ലി അത് എനിക്കൊരു ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ സൺലൈറ്റ് കൊള്ളണം, അതും എത്രത്തോളം പോസിബിൾ. എനിക്ക് മൈഗ്രെയിൻ ഒക്കെ ഉണ്ട്. മൈഗ്രെയിൻ ഉള്ള എനിക്ക് സൺലൈറ്റ് ഒരുപാട് നേരം ഒന്നും എനിക്ക് കൊള്ളാൻ പറ്റില്ല. എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ സപ്ലിമെന്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരേ ഒരു ഓപ്ഷൻ. അത് കഴിച്ചുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനും പോകുന്നില്ല, സൈഡ് എഫക്ട് ഉണ്ടാവാനും പോകുന്നില്ല. പക്ഷെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കരുത്. നമുക്ക് എത്രയാണ് ആദ്യം കുറവുള്ളത് നോക്കുക, എന്നിട്ട് ആ ഒരു റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ കാണുക. അപ്പൊ ഡോക്ടർ പറയും നമ്മളെടുത്ത്, ഓക്കെ ഇത്രയും കുറവാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ സപ്ലിമെന്റ് എടുക്കണം. കാരണം പല രീതിയിലായിരിക്കും പലരും സപ്ലിമെന്റ്സ് എടുക്കുന്നത്. ചിലർ ആഴ്ചയിൽ ഒരു ദിവസം ആയിരിക്കാം, ചിലർക്ക് 2 weeks കൂടുമ്പോൾ വൺസ് ആയിരിക്കാം കഴിക്കേണ്ടത്, ചിലർക്ക് മന്ത്ലി വൺസ് ആയിരിക്കാം. അപ്പൊ അത് ഡോക്ടറാണ് സജസ്റ്റ് ചെയ്യുക നമ്മൾ എങ്ങനെ കഴിക്കണം എന്നുള്ളത്. കാരണം ഇത് ഓവർഡോസ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന പ്രകാരം മാത്രം സപ്ലിമെന്റ്സ് എടുക്കുക. അത് ഏത് സപ്ലിമെന്റ്സ് ആണെങ്കിലും ഏത് മെഡിക്കേഷൻ ആണെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെറ്റബോളിസം ഒരുവിധം ഓക്കെ ആയിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതിന്റെ കൂടെ ഒരു പ്രോപ്പർ വർക്ക്ഔട്ടും ഡയറ്റും ഒക്കെ വരുമ്പോൾ നമ്മൾ കിട്ടുന്ന റിസൾട്ട് കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ PCOD, തൈറോയിഡ്, അതുപോലെ എന്താ പറയുക, ഇതൊക്കെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവര്, ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്കൊക്കെ മെറ്റബോളിസം ലോ ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് നല്ലപോലെ ആക്റ്റീവ് ആയിട്ടിരിക്കുക.
അല്ലാതെ ഈ ഫുഡൊക്കെ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒരു ഗുണവും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നല്ലോണം ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നോക്കുക. ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലപോലെ ഫുഡ് കഴിക്കാൻ വേണം അല്ലേ? ഒരുപാട് പട്ടിണി കിടന്നിട്ട് നമുക്ക് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ സപ്ലൈ ചെയ്തിട്ട് മാക്സിമം ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ തൈറോയ്ഡ്, PCOD പോലെയുള്ള ഇഷ്യൂസ് ഉള്ളവർ മെഡിക്കേഷൻ പ്രോപ്പർ ആയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, എല്ലാം നിങ്ങൾക്ക് വർക്ക് ഔട്ട് ആവുന്നത്. അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഈ മെറ്റബോളിസത്തിനെ പറ്റി ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ, അതായത് നമ്മുടെ ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത ഒരു ക്ലയന്റ് പ്രത്യേകം ഇത് മെൻഷൻ ചെയ്യേണ്ടായി. ഈ മെറ്റബോളിസത്തിനെ പറ്റി എനിക്ക് പ്രോപ്പറായിട്ട് അറിയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മെറ്റബോളിസം ലോ ആണ്, പക്ഷെ അതിനെപ്പറ്റി ആരും അഡ്രസ് ചെയ്യുന്ന വീഡിയോ ഇതുവരെ ഇട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പുറത്തോട്ട് പറയാതെ വർക്ക്ഔട്ട്, ഡയറ്റ് ഇതിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് എന്താണ് കാര്യം? അപ്പം മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും അത് ആക്സലറേറ്റ് ചെയ്യാനായിട്ടും എല്ലാവരും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ആക്റ്റീവായിട്ട് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിലുള്ള 15 days പ്ലാനിന്റെ കാര്യവും മറന്നുപോയത്. താല്പര്യമുള്ളവരൊക്കെ നമ്മളെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.